ശബരിമല ക്ഷേത്രത്തിലെ 1950 നടന്ന തീവെപ്പിനെക്കുറിച്ച് ഇതിനകം പല അഭിപ്രായങ്ങളും പലരും പറയുന്നത് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഈ വിഷയത്തെപ്പറ്റി ഞാൻ തന്നെ മുമ്പ് 2 യൂട്യൂബ് പരിപാടികളിലായിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 3-ാം ഭാഗമാണ് എനിക്ക് പറയാനുള്ളത്. ഈ 3-ാം ഭാഗത്തിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ശബരിമല തീവെപ്പിനെ കുറിച്ച്, അതാരാണ് നടത്തിയത്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നതിനെപ്പറ്റി അന്വേഷണം നടത്തിയ ഒരു പോലീസ് ഓഫീസറുടെ റിപ്പോർട്ടിനെ പറ്റിയാണ്. ആ റിപ്പോർട്ട് കേരളത്തിൽ പരക്കെ അറിയുന്നത് കേശവ മേനോൻ റിപ്പോർട്ട് എന്ന പേരിലാണ്. ഞാൻ ആദ്യമായിട്ട് ആരാണ് ഈ കേശവ മേനോൻ എന്ന് അറിയിക്കട്ടെ. കേശവ മേനോന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ സ്വദേശിയാണ്. അദ്ദേഹം മദ്രാസിലെ പോലീസ് സർവീസിൽ ആയിരുന്നു വളരെ കാലം പ്രവർത്തിച്ചിരുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അന്നത്തെ ഇമ്പീരിയൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ അവരെ ഒരു ന്യൂനപക്ഷം അടിച്ചമർത്തി ഭരിക്കുകയാണ്. അങ്ങനെ അടിച്ചമർത്തി ഭരിക്കുന്നതിന് അവരെ സഹായിച്ചിരുന്നത് തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ അതേസമയം തന്നെ ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർമ്മകുശലതയെ അവർക്ക് പ്രത്യേകം പ്രാധാന്യം നൽകി അതിനെ അംഗീകരിച്ചിരുന്നു. അതിസമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരെയാണ് അവർ എപ്പോഴും തലപ്പത്ത് വയ്ക്കുക. തലപ്പത്ത് സാധാരണഗതിയിൽ ഇംഗ്ലീഷുകാരായിരിക്കും ഉണ്ടാവുക. പക്ഷേ അബദ്ധവശാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക കാരണവശാലോ നാട്ടുകാരായ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരായി വരികയാണെങ്കിൽ അവിടെ ശുപാർശ കൊണ്ടായിരിക്കില്ല അവർ വരുന്നത്, മറിച്ച് അവരുടെ കർത്തവ്യ നിർവഹണത്തിലുള്ള അസാമാന്യമായ മികവ് കൊണ്ടായിരിക്കും. ഞാനിത് ആമുഖമായി പറഞ്ഞത് കേശവ മേനോൻ വളരെ കഴിവ് തെളിയിച്ച ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനെ പറ്റി, അതായത് ഉദ്യോഗ പദവിയെപ്പറ്റി പലരും പല തരത്തിലാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം DIG ആയിരുന്നു ഈ അന്വേഷണം നടത്തുമ്പോൾ. 1950 ഈ തീവെപ്പ് നടന്നപ്പോൾ അതിനെക്കുറിച്ചൊരു സത്യം കണ്ടെത്തണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അന്നത്തെ മുഖ്യമന്ത്രി TK നാരായണപിള്ള മന്ത്രിസഭയുടെ കാലത്ത് അവർ ഈ പോലീസ് ഓഫീസറെ ക്ഷണിച്ചത്. അദ്ദേഹത്തിന് സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോക്കൽ പോലീസിനെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം നടത്തിയത്. സ്വാഭാവികമായിട്ട് ലോക്കൽ പോലീസിന്, അതായത് അന്നത്തെ തിരുക്കൊച്ചി പോലീസിന് അതിൽ അമർഷം ഉണ്ടായിരുന്നു. തിരുക്കൊച്ചി പോലീസ് സമാന്തരമായിട്ട് മറ്റൊരു അന്വേഷണം നടത്തി. ആ സമാന്തര അന്വേഷണത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് മുമ്പ് ചെയ്ത വീഡിയോകളിൽ ഞാൻ അറിയിച്ചത്. അതിൽ IG ചന്ദ്രശേഖരൻ നായരുടെ ആത്മകഥയിലെ പരാമർശവും മിന്നൽ പരമശിവൻ നായരുടെ ആത്മകഥാപരമായ സ്മരണകളിലെ പരാമർശവും പറയുകയുണ്ടായി. ഇവർ രണ്ടുപേരും ലോക്കൽ പോലീസിൻ്റെ താല്പര്യങ്ങളെ ആണ് സംരക്ഷിക്കുന്നത് അവരുടെ സ്മരണകളിലും. അവർ കേശവ മേനോനെ അന്വേഷണത്തിനെ പാടെ അവഗണിക്കുകയാണ്. എന്നാൽ അങ്ങനെ അവഗണിക്കേണ്ട ഒന്നായിരുന്നില്ല കേശവ മേനോൻ്റെ അന്വേഷണ റിപ്പോർട്ട്. അദ്ദേഹം പറയുന്നത് വളരെ വളരെ നീണ്ട ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. വളരെ വിശദമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അന്നത്തെ
രാഷ്ട്രീയ പശ്ചാത്തലത്തെ പറ്റി, അന്നത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ പറ്റിയെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിനോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും കണ്ടേക്കാം. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു മോഷണ ശ്രമമല്ല ഈ ശബരിമല തീവെപ്പിന് പിന്നിലുള്ളത്. അതാണ് കേശവമേനോൻ്റെ പ്രധാനപ്പെട്ട വാദഗതി. മറിച്ച് ഒരു മതപരമായ അസഹിഷ്ണുത ഈ തീവെപ്പിൻ്റെ പിന്നിലുണ്ട്. എന്നിട്ട് അദ്ദേഹം കേരളത്തിലെ ഒരു ഏതാനും ക്രൈസ്തവ കുടുംബങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നും അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരെ ഒരു നായാട്ട് നടത്താൻ എന്ന മട്ടിൽ ശബരിമലയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളെല്ലാം പഠിക്കാനായിട്ട് ഈ തീവെപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു എന്നും ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു കേസ് വരികയാണെങ്കിൽ ആ കേസിൽ അവരുടെ പേരുകൾ ഒരിക്കലും വരാതിരിക്കുവാനുള്ള മുൻകരുതലുകളും അവർ ചെയ്തിട്ട് ഉണ്ടെന്നും ഞാൻ മുമ്പ് പറയുകയുണ്ടായി. ഇനി ആ കുടുംബങ്ങൾ, നായാട്ട് സംഘത്തിൽ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ആരൊക്കെയാണ്, ഏതൊക്കെ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കേശവമേനോൻ പറയുന്നത് കരിമ്പനാൽ, അതുപോലെ കള്ളിയത്ത്, അതുപോലെ നെല്ലിമുറ്റത്ത്, പൊടിമറ്റത്ത്, പൊട്ടംകുളത്ത്, വടക്കേപ്പറമ്പിൽ, ഇത്രയും കുടുംബങ്ങളാണ് ആ നായാട്ട് സംഘങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇത്രയും പേര് ഒന്നിച്ചല്ല യാത്ര ചെയ്യുന്നത്. ഇത്രയും പേര് പല സംഘങ്ങളായിട്ട് വേർതിരിഞ്ഞ് ആണ് അവിടെ ചുറ്റിക്കറങ്ങിയിരുന്നത്. ഇത് മാത്രമല്ല, അവരുടെ നീക്കങ്ങളെപ്പറ്റി പിൽക്കാലത്ത് കേശവമേനോൻ ചോദ്യം ചെയ്യലിൽ കേശവമേനോന് ഈ കരിമ്പനാൽക്കാർക്ക് ശബരിമല പ്രദേശത്തിന് ഉണ്ടായിരുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിലെ റൈറ്റർ എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റിലെ മാനേജർ, ആ റൈറ്ററായ ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തി വളരെ വിശദമായിട്ട് ഇവരുടെ ചുറ്റിക്കറങ്ങലിനെ പറ്റി പറയുകയുണ്ടായി. അത് കേശവമേനോൻ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കാടുമായിട്ട് നല്ല പരിചയമുള്ള, അതായത് ശബരിമലയിലെ ആ വനവുമായിട്ട് നല്ല പരിചയമുള്ള ഒരു പൈലി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ സഹായം ഇവർക്ക് ലഭിച്ചു എന്നതാണ്. അപ്പോൾ ഈ ചുറ്റിക്കറങ്ങൽ എന്ന് പറയുന്നത് ഒരു നായാട്ട് മാത്രമായിരുന്നില്ല ഇതിൻ്റെ ലക്ഷ്യം, മറിച്ച് അതിന് മറ്റു ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനത്തിലേക്കാണ് കേശവമേനോൻ മെല്ലെ മെല്ലെ ചെന്ന് എത്തിയത്. ആ ലക്ഷ്യം എന്താണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അക്കാലത്ത് ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സമുദായങ്ങൾ, ഈ ഹൈന്ദവരുടെ ഇടയിലെ പ്രധാനപ്പെട്ട രണ്ട് സമുദായങ്ങൾ എന്ന് പറയുന്നത് നായർ സമുദായവും ഈഴവ സമുദായവുമാണ്. ഈ നായർ സമുദായവും ഈഴവ സമുദായവും പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നവർ ആണ്. അവർ തമ്മിൽ ഒരിക്കലും യോജിക്കാറില്ല. എന്നാൽ യാദൃശ്യമാണെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറയട്ടെ, 1950 ഈ രണ്ട് സമുദായങ്ങളും തമ്മിൽ യോജിച്ചു. ആ യോജിക്കൽ താൽക്കാലികമായിരുന്നു. ആ യോജിക്കലിന് കാരണം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന, അതായത് തിരുക്കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായ മന്നത്ത് പത്മനാഭനും തിരുക്കൊച്ചി ദേവസ്വം ബോർഡിലെ ഒരു അംഗമായിരുന്ന ആർ ശങ്കറും തമ്മിലുള്ള ഒരു നീക്കമായിരുന്നു. അതായത് മന്നവും ശങ്കറും ഈ നായർ സമുദായവും ഈഴവ സമുദായവും അവർ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറി നിന്നാൽ ഇത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തമ്മിൽ യോജിക്കുകയാണ്. ഈ രണ്ടു പേരും കൂടി അവരുടെ ഈ രണ്ടു പേര് നേതൃത്വം കൊടുത്തുകൊണ്ട് ഹിന്ദു മണ്ഡലം എന്ന് പറയുന്ന ഒരു സംഘടന ഈ കാലത്ത് രൂപീകരിച്ചു. ആ ഹിന്ദു മണ്ഡലം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് തന്നെ
തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണമെന്ന് തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒട്ടേറെ പേർക്ക് പ്രതീക്ഷ നൽകുകയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റു ചില വിഭാഗക്കാർക്ക് ആശങ്കയുണ്ടാവുകയും ചെയ്തു. അക്കാലത്ത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു ലേഖനം ഞാൻ പിൽക്കാലത്ത് കാണുകയുണ്ടായി. ആ ലേഖനത്തിൻ്റെ ശീർഷകം ഇങ്ങനെയാണ്: മന്ന ആൻഡ് ശങ്ക. അത് ഒരിക്കലും ഈ മന്നുവും ശങ്കറും കൂടി യോജിക്കുകയില്ല. ഇപ്പം യോജിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു യോജിക്കലാണ്. ഈ രണ്ട് സമുദായങ്ങൾക്ക് പരസ്പരം യോജിക്കാൻ കഴിയുകയില്ല എന്ന് വളരെ ഫലിത രൂപത്തിൽ പറയുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ ലേഖനത്തിലൂടെ ചെയ്തത്. ഞാൻ പറഞ്ഞത്, വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ഒരു മനുഷ്യസ്നേഹിയായ എഴുത്തുകാരന് പോലും ഈ നായർ സമുദായവും ഈഴവ സമുദായവും കൂടി ഒന്നിച്ച് ഹിന്ദു മണ്ഡലം രൂപീകരിച്ചതിൽ ഒരു സഹിഷ്ണുത ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഞാൻ വീണ്ടും കേശവമേനോൻ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ ഹിന്ദു മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കാൻ തുടങ്ങിയതോടുകൂടി പല അവശ ക്രൈസ്തവ വിഭാഗക്കാർ, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്, ക്രൈസ്തവ സമുദായത്തിലേക്ക് മതപരിവർത്തനം ചെയ്താലും അവരെ ക്രൈസ്തവ സമുദായത്തിൻ്റെ മുഖ്യധാരയിൽ അവർക്ക് അപ്പോഴും പ്രവേശനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരെ മാറ്റി നിർത്തും. എന്നാൽ അവർക്കൊരു ക്രൈസ്തവ പേരായിരിക്കും ഉള്ളത്. അവർക്ക് തീർച്ചയായിട്ടും പള്ളിയിൽ പോകാൻ അനുവാദമുണ്ട്. അവർക്ക് ക്രൈസ്തവ സഭകളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. പക്ഷേ അതിൽ കവിഞ്ഞുള്ള പരിഗണനയൊന്നും ലഭിക്കുകയുമില്ല. ഈ വിഭാഗത്തിൽപ്പെട്ട ഗണ്യമായ ഒരു വിഭാഗം ഈ ശബരിമലയിലെ അയ്യപ്പ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തിൽ, അയ്യപ്പ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് ജാതീയമായ വേർതിരിവുകൾ അതിലില്ല എന്നതാണ്. ആ വേർതിരിവുകൾ ഇല്ലാത്തത് കൊണ്ടും മറ്റും ഒരു അവശ ക്രൈസ്തവ വിഭാഗക്കാരിൽ ഒരു ഗണ്യമായ ഭാഗം തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് റീകൺവേർഷൻ വേണ്ടി ആലോചിച്ചിരുന്ന ഒരു കാലഘട്ടം. ഈ ഹിന്ദു മണ്ഡലം അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഈ അവശ ക്രൈസ്തവ വിഭാഗത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയാണ് പട്ടികജാതിക്കാർക്ക് ഉദ്യോഗ നിയമനങ്ങളിലും അതുപോലെ ഫീസ് ആനുകൂല്യങ്ങളിലും കിട്ടുന്നത്, കോളേജ് അഡ്മിഷനുകളിൽ കിട്ടുന്നത് എന്നതും മനസ്സിലാക്കിക്കൊണ്ടും ആണ് ഒരു അവശ വിഭാഗത്തിൽപ്പെട്ട അവശ ക്രൈസ്തവർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ തങ്ങളുടെ വിശ്വാസത്തെ ഉപേക്ഷിച്ചിട്ട് അവർ ഈ ഹിന്ദു മണ്ഡലത്തിലേക്ക് തിരിച്ച് വരുന്നത്. ഞാനിവിടെ പെട്ടെന്ന് ഓർക്കുന്ന ഒരു പേര് പറയാം. ഈ പിൽക്കാലത്ത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബാലകൃഷ്ണൻ്റെ പിതാവ് മതപരിവർത്തനം ചെയ്ത ഒരു ക്രിസ്ത്യാനിയായിരുന്നു. എന്നാൽ ഈ ഹിന്ദു മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരുന്ന നാളുകളിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് തിരിച്ച് ഹിന്ദു ആകുന്നത്. അങ്ങനെ തൻ്റെ മകനെയും അദ്ദേഹം വളരെ കൃത്യമായി ബോധപൂർവം അദ്ദേഹം പട്ടികജാതിക്കാരനായിട്ട് വളർത്തുകയാണ് ചെയ്തത്. ഞാനിത് പറഞ്ഞത് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഒരു ചിന്താഗതിയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. അല്ലാതെ ശബരിമല കേസുമായിട്ട് ഈ ബാലകൃഷ്ണൻ്റെ പിതാവിൻ്റെ മതപരിവർത്തനത്തിന് ഒരു ബന്ധവുമില്ല, തെറ്റിദ്ധരിക്കരുത്. ഏതായാലും അങ്ങനെയുള്ള സംഭവങ്ങളെ അസഹിഷ്ണുതയോടെ കണ്ടിരുന്ന ഒരു വിഭാഗമാണ് ഈ തീവെപ്പിന് നേതൃത്വം കൊടുത്തതെന്ന് കേശവമേനോൻ പറയുന്നു. സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം വളരെ വലുതായി. അങ്ങനെ കേശവമേനോൻ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. എന്ന് മാത്രമല്ല, അപ്പോഴേക്കും ടി കെ നാരായണപിള്ള മന്ത്രിസഭ പോയി. അത് കഴിഞ്ഞ്
സി കേശവൻ മന്ത്രിസഭ വന്നു. അത് കഴിഞ്ഞ് AJ ജോൺ മന്ത്രിസഭ വന്നു. അത് കഴിഞ്ഞ് പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭ നേതൃത്വത്തിലുള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഐക്യത്തോടു കൂടിയ മന്ത്രിസഭ അത് വന്നു. അവർ ഈ കേശവമേനോൻ റിപ്പോർട്ട് സഭയിൽ വെക്കാൻ തീരുമാനിച്ചു. ക്യാബിനറ്റ് തീരുമാനമെടുത്തു. പക്ഷേ ആ ക്യാബിനറ്റ് തന്നെ എടുത്ത തീരുമാനം വേണ്ടെന്ന് വെച്ചു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹൈന്ദവ വികാരത്തെ ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം ഈ കേശവമേനോൻ റിപ്പോർട്ട് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ, ഞങ്ങൾക്ക് ഭരിക്കുവാൻ ഒരു അവസരം തരികയാണെങ്കിൽ ഞങ്ങളിത് പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞു. അവർ നിയമസഭയിൽ അത് മേശപ്പുറത്ത് വെച്ചു. പക്ഷെ അത് ഓൺ ചെയ്തില്ല. സർക്കാർ അതിൻ്റെ മേലെ ഒരു നടപടിയും എടുക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ട് അവർ പ്രഖ്യാപിച്ചില്ല. ക്രമേണ ഈ കേശവമേനോൻ റിപ്പോർട്ട് ഇരുട്ടിൽ മറഞ്ഞു പോവുകയും ചെയ്തു. സ്വാഭാവികമായി കേശവമേനോൻ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. കേശവമേനോൻ തൻ്റെ ആത്മകഥാപരമായ കുറ്റാന്വേഷണ സ്മരണകളിൽ ഈ ശബരിമലയിലെ തീവെപ്പിനെ പറ്റി ഹ്രസ്വമായി പരാമർശിക്കുന്നുണ്ട്. ഞാൻ ആ കുറ്റാന്വേഷണ സ്മരണകളും വായിച്ചിട്ടുണ്ട്. കേശവമേനോൻ റിപ്പോർട്ടും വായിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കേശവമേനോൻ എന്ന വ്യക്തി പിൽക്കാലത്ത് കോഴിക്കോട്ടാണ് താമസിച്ചിരുന്നത്. ഇടയ്ക്ക് പറയട്ടെ, 1949 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മെഡൽ, അപ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, ബ്രിട്ടൻ ഇന്ത്യ വിട്ടു മടങ്ങിപ്പോയി. പക്ഷെ മടങ്ങിപ്പോയെങ്കിലും സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് അവർ പിന്നീടും ചില അംഗീകാരങ്ങൾ നൽകിയിരുന്നു. ആ അംഗീകാരങ്ങളുടെ നൽകുന്ന കൂട്ടത്തിൽ അവർ കേശവമേനോന് 1949 പോലീസ് മെഡൽ നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതുകൊണ്ട് കേശവമേനോനെ ഒരു ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഒരു ഒരു സേവകൻ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പരിഹസിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയല്ല. വല്ല നാട്ടുകാരനും ഉയർന്ന ഒരു പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, കഴിവുണ്ടായിട്ട് മാത്രമായിരിക്കും അവർ ആ പദവിയിൽ അക്കാലത്ത് എത്തുക. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കേശവമേനോനെ കുറിച്ച് വെച്ചു പുലർത്തുന്നത് തെറ്റായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കേശവമേനോനെ പറ്റി ഒരു കാര്യം കൂടി പറയാം. VK കൃഷ്ണമേനോന്റെ ബംഗാൾ കുടുംബത്തിലെ ഒരു അംഗത്തെയാണ് കേശവമേനോൻ വിവാഹം കഴിച്ചത്, കോഴിക്കോട്ട്. അപ്പോൾ വളരെ ഒരു അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് വിവാഹം കഴിക്കുന്നത്. അദ്ദേഹം ശിഷ്ടകാലം കോഴിക്കോട്ട് താമസിക്കുകയാണ്. ഈ കുറ്റാന്വേഷണ സ്മരണകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇതിന് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം ഉണ്ടായി. അന്ന് പത്രാധിപരായിരുന്നത്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്നത് NV കൃഷ്ണവാര്യരാണ്. അദ്ദേഹം ആകപ്പാടെ ധർമ്മസങ്കടത്തിലായി. കുറ്റാന്വേഷണ സ്മരണകൾ അനൗൺസ് ചെയ്തു, പ്രസിദ്ധീകരണം തുടങ്ങി. ശബരിമല കയ്യിലേക്ക് വന്നില്ല, അത് വരും. അപ്പോഴേക്കും പ്രസിദ്ധീകരണം നിർത്തേണ്ടി വരുമോ? അദ്ദേഹം KP കേശവമേനോനാണ് മുഖ്യ പത്രാധിപർ. അദ്ദേഹത്തോട് അഭിപ്രായം ആരാഞ്ഞു. KP കേശവമേനോൻ പറഞ്ഞു, എനിക്ക് ഈ കേശവമേനോൻ, രണ്ടുപേരും കേശവമേനോന്മാരാണ്. പത്രാധിപർ കേശവമേനോൻ പറഞ്ഞു, പോലീസ് ഓഫീസറായ കേശവമേനോന്റെ സത്യസന്ധതയെപ്പറ്റി എനിക്കും ബോധ്യമാണ്. അതുകൊണ്ട് കേശവമേനോന്റെ റിപ്പോർട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തുടർന്നും പ്രസിദ്ധീകരിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മുഖ്യ പത്രാധിപരുടെ ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഈ NV കൃഷ്ണവാര്യർക്ക് ഇത് തുടർന്ന് പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചത്. ഞാൻ ഇക്കാര്യം NV കൃഷ്ണവാര്യരിൽ നിന്ന് നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. വളരെ മിതമായ ഭാഷയിലെ അദ്ദേഹം ശബരിമലയിലെ കേസിനെ പറ്റി പറയുന്നുള്ളൂ. അതിനകത്തും ഈ കുറ്റാന്വേഷണ സ്മരണകളിലും അദ്ദേഹം കാഞ്ഞിരപ്പള്ളിക്കാരായ കരിമ്പനാൽ കുടുംബത്തെപ്പറ്റിയും കള്ളിവയൽ കുടുംബത്തെപ്പറ്റിയും നെല്ലിമുറ്റത്ത്, പൊടിമുറ്റത്ത്, അതുപോലെ പൊട്ടംകുളത്ത്, വടക്കേപ്പറമ്പിൽ എന്ന് പറയുന്ന ഈ കുടുംബങ്ങളെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പേരുകൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിൻ്റെ മേലെ നടപടി ഉണ്ടാകാത്തത്. അത്ര ശക്തന്മാരായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ
അക്കാലത്ത് ഈ കുടുംബങ്ങളിൽപ്പെട്ടവർ. തീർന്നില്ല. വയല ഇടിക്കുള, പിൽക്കാലത്ത് അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവ് എന്ന നിലയിലാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹം അന്ന് തിരുക്കൊച്ചിയിലെ കോൺഗ്രസ് നേതാവാണ്. വയല ഇടിക്കുള അന്ന് നിയമസഭയിൽ ഈ കേശവ മേനോനെ അവഹേളിക്കുന്ന പല പരാമർശങ്ങളും ചോദ്യരൂപത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അതിലൊരു ചോദ്യം ഇതായിരുന്നു: ഈ കേശവ മേനോൻ ശബരിമല തീവെപ്പ് കേസ് അന്വേഷിക്കുന്നത് ശബരിമല പോകാതെ കോട്ടയത്തെ ഈ ട്രാവലേഴ്സ് ബംഗ്ലാവിൽ TBയിൽ താമസിച്ചുകൊണ്ടാണെന്ന് കേൾക്കുന്നു. ഇത് ശരിയാണോ? ഇതാണ് ചോദ്യം. അതിന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി അത് ശരിയല്ല എന്നായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ തന്നെ വളരെ സംഘടിതമായി കേശവ മേനോന്റെ റിപ്പോർട്ട് ഒരു 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 എന്താണ് ഒരു വ്യാജ റിപ്പോർട്ടാണെന്നും അത് മുൻവിധിയോടുകൂടിയ ഒരു റിപ്പോർട്ടാണെന്നുമുള്ള വ്യാപകമായ പ്രചരണം ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്തെ പത്രങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച 2 തരത്തിലുള്ള വാർത്തകൾ കാണാൻ പറ്റും. ദേശബന്ധു, പൗരധ്വനി, കേരളഭൂഷണം, മലയാള മനോരമ തുടങ്ങിയ പത്രങ്ങളിൽ വന്ന അക്കാലത്തെ ഇത് സംബന്ധിച്ച ചർച്ചകളിൽ നമുക്ക് ഇക്കാര്യം മനസ്സിലാവും. ഞാൻ ഈ എൻ്റെ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാനതിലേക്ക് ഉപസംഹരിക്കട്ടെ. ഈ റിപ്പോർട്ട് വാസ്തവത്തിൽ അതിൻ്റെ മേൽ തുടർ നടപടി ഉണ്ടാകാത്തത്, ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറയുന്നില്ല, അത് പറയുവാൻ ഞാൻ ആളല്ല. പക്ഷേ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസർ നടത്തിയ കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയ ആ റിപ്പോർട്ട് ഗവൺമെൻറ് നിരാകരിക്കുന്നതായിട്ടും പറയുന്നില്ല. പക്ഷേ അത് കോൾഡ് സ്റ്റോറേജിലേക്ക് പോവുകയാണ്, ഇരുട്ടിലേക്ക് പോവുകയാണ്. അത് വാസ്തവത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ശങ്കാവിഷമായി ഇന്നും അവശേഷിക്കുകയാണ്. ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടി പറയാം: ശങ്കാവിഷമായി. കേശവ മേനോൻ റിപ്പോർട്ട് സ്വീകാര്യമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന് പറയാം ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതും അവർ പറഞ്ഞില്ല. യോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ തുടരന്വേഷണം വേണമായിരുന്നു. ഈ കേസിൽ നായാട്ടു സംഘത്തിൽ ഉള്ളവർ എന്ന് പറയുന്ന കരിമ്പനാൽ കുടുംബത്തിലെ ഒരംഗത്തെയോ, കള്ളിവയലിലെ ഒരംഗത്തെയോ, നെല്ലിമുറ്റത്തെ ഒരു അംഗത്തെയോ നാളിതുവരെയായി പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. അവരുടെ പേരിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതിൻ്റെ കാരണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ കാരണമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞത്. അത് ജോൺ വർഗീസിനെ ഈ നായാട്ട് സംഘത്തിൽ അവർ വളരെ ബോധപൂർവം ഉൾപ്പെടുത്തി എന്നത് തന്നെ. വളരെ കൗതുകകരമായ വസ്തുത, ഈ TM വർഗീസിൻ്റെ മകൻ ആയ ജോൺ വർഗീസിൻ്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് കേശവ മേനോനും മൗനം പാലിച്ചു എന്നതാണ്.